നിന്റെ അമ്മ. ഹലോ, അയ്യോ ഇന്ന് നിൽക്കുവോ? നിന്നോ? ആ നീ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അപ്പോൾ അവിടെ നിന്നോ? സന്തോഷ വാർത്തയുണ്ട് കേട്ടാ. ആ എഞ്ചിനീയറുടെ ബന്ധം പോയി. നല്ല ആണുങ്ങൾ അടിച്ചോണ്ട് പോയി പെണ്ണിനെ. ആ നന്നായിരുന്നു. നിന്റെ തള്ളയെന്നടാ, നന്നായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യണേ? പറമ്പിലിരിക്കണ തേങ്ങ കേട്ടാ. നിന്റെ അമ്മേരെ പിറകെ കടന്ന് ഉണക്ക തേങ്ങ പിറകെ കൊടുക്കടാ. നിന്റെ അച്ഛൻ തീണ് കുഴിയിലായ വാഴക്കുഴി എടുക്കണ. പണ്ടേ വയ്ക്കണ്ടായിരുന്നു വാഴ. നിന്നെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത്. നീ എപ്പോഴവിടെ വാടി പോടി പോടാ. നിന്നൊക്കെ പോകാൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം പോടാ, കടുപ്പത് പടാ. കടുപ്പ പോ. ഞാൻ പോവല്ലെങ്കിലും പാടി നീ പോടാ. എടാ കിടക്ക, ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ ചേട്ടനെ പോലെ ആവല്ലേ. പഠിച്ച് നല്ല ഉദ്യോഗം വാങ്ങിച്ച് നല്ല കുടുംബത്തിന് കയറാൻ നോക്ക്. കേട്ടാ? പോ. ചേട്ടാ, അച്ഛൻ ഇപ്പൊ അടുക്കളയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടുപ്പത്തിരുന്ന സാധനം മാറ്റിയിട്ട് അച്ഛനവിടെ കട്ടൻ ചായ തിളപ്പിക്കണം. ഞാനേ അവിയലിനുള്ള പച്ചക്കറി വേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതെടുത്ത് മാറ്റിയിട്ട് കട്ടൻ ചായ തിളപ്പിച്ചത്. ഈ അച്ഛൻ എന്തൊക്കെ പ്രശ്നമുണ്ടല്ലോ. എൻ്റെ അടുത്തൊന്നും പറയാതെ ചോദിക്കാതെ ആ സാധനമൊക്കെ എടുത്ത് മാറ്റിയത്. സത്യം പറയണ്ടല്ലോ ചേട്ടാ, അച്ഛന് എഞ്ചിനീയറിന്റെ ഈ കുടുംബമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് സ്വപ്നമായിരുന്നു. അപ്പൊ ഞാനെന്ത് ചെയ്യണം? ഞാൻ ആ കൂടി ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഭ്രാന്താ? എന്ത് ഭ്രാന്ത്? അച്ഛന്റെ കാര്യം കണ്ടില്ലേ, പിന്നെ ഓഫീസിലെ കാര്യം, അങ്ങനെ മൊത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നിൽക്കുവായിരുന്നു. എന്താ? ഞാൻ അവിടെ മൊത്തം എന്നെ ചേച്ചി അവിടെ അച്ഛൻ വിളിച്ചോണ്ടിരിക്കണം, അമ്മയെ വിളിച്ചോണ്ടിരിക്കണം. എന്നിട്ട് വിളിച്ചു ഒരു രക്ഷയില്ല, ഭയങ്കര വഴക്ക്. ചേട്ടാ ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിന്റെ അനന്തരോട് പോയില്ലേ, അതിന്റെ കേസും പറഞ്ഞോണ്ട് ഭയങ്കര വഴക്ക്. മിക്കവാറും അമ്മയെന്ന് അച്ഛൻ വറക്കച്ചട്ടിട്ട് വറുത്തെടുക്കും. ചേട്ടൻ എന്തിനേട്ടാ ഇത്ര വാശി പിടിച്ചത്? നേരത്തെ സമ്മതിച്ചാൽ പോരായിരുന്നു പെണ്ണ് കാണാൻ പോകാൻ. ഈ കണ്ട പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? നല്ല കുടുംബക്കാരല്ലായിരുന്നു. എടാ പോളാന്ന് എല്ലാം കൂടി എന്നെ വെക്കിട്ട് കയറാമാ. 4-5 ദിവസം ഞാൻ ഭ്രാന്ത് പിടിച്ച് കിട്ടാത്ത തെറിയും കുറ്റപ്പെടുത്തലും ഇല്ല. നീയെ കൂടി വാ. എന്നാ ചേട്ടാ നമ്മളെ കുറ്റപ്പെടുത്താനൊന്നും വന്നില്ല, നമ്മള് കാര്യമായ കാര്യം പറഞ്ഞാണ്. അങ്ങനെ വല്ലാത്തൊരു വാശിയായി പോയി. അല്ല ചേട്ടാ, ഇപ്പൊ ഞാൻ നല്ലൊരു കുടുംബത്തിലോട്ട് പോയത് കൊണ്ടാണല്ലോ ചേട്ടനും അമ്മയും അച്ഛനൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണത്. ഞാനും ഹാപ്പിയാണ്. പക്ഷെ കുടുംബത്തോളം ഹാപ്പി അല്ല. പാർവേ, നീ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളൊക്കെ പറയുകയാണെങ്കിലേ കുറച്ചും കൂടെ കഴിയുമ്പോൾ നീ ഞങ്ങളെ തറയെ നിർത്തൂലല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മറന്നുപോയല്ലോ. ചേച്ചി ഒരിടത്ത് സേഫ് ആയതുപോലെ ചേട്ടന് സേഫ് ആയേനെ. ആയേനെ. എടാ പോടാ ഇറക്കുന്നത്. പിന്നെ ലോകത്ത് വേറെ നല്ല കുടുംബക്കാരൊന്നുമല്ലേ, എഞ്ചിനീയർ കുടുംബക്കാരാണല്ലോ റാങ്ക് 1. കേരളത്തിൽ വേറെ എത്ര നല്ല പെണ്ണുങ്ങളുണ്ട്. ഉമ്മായിരുന്നു ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ. പിന്നെ കേരളത്തിൽ പെമ്മടെല്ലാം കൊതിച്ചു കിടക്കണം എന്നെ കെട്ടാൻ വേണ്ടി. വളരെ കടന്നു എഞ്ചിനീയർ എൻ്റെ ഉള്ള സ്നേഹം കൊണ്ട് ഈ ബന്ധം കൊണ്ടുവന്നു. അല്ല വേറെ കൊണ്ടല്ല വന്നത്, അതിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളെ പെണ്ണിട്ട മുട്ടിക്കല്ലേ കണ്ടാ. പിന്നെ എൻ്റെ സംസാരം പറയണ്ട. ഇവന് കല്യാണം കഴിക്കുന്ന താല്പര്യമൊന്നുമില്ല. കല്യാണം കഴിച്ചല്ലേ ബാധ്യത ഓടും. നമ്മ അടിച്ചു പൊളിച്ച് കിടക്കാല്ലേ, പൈസ കിടന്നിങ്ങനെ രസം കിടക്കാല്ലേ. ജീവിതത്തിലെ ഒളിച്ചോടണം ഒരുപാട് രക്ഷപ്പെടില്ല. എനിക്ക് കൂടുതൽ രക്ഷപ്പെടലൊന്നും വേണ്ട. എനിക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ സ്വസ്ഥതയിൽ ഉറങ്ങിയും ഫുഡ് കഴിച്ച് ജീവിച്ചാൽ മതി. വേറെ ഒന്നും എനിക്ക് അധികം പറ്റി വേണ്ട. അപ്പൊ നീ ഒതുക്കിക്കൂടി ജീവിച്ചോടാ. അച്ഛൻ എന്താ ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങളുടെ മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? അത് ശരിയല്ല, അച്ഛൻ നമ്മളെ ഫോളോ ചെയ്ത് വരുമായിരുന്നോ? ഇങ്ങനെയാണ് ഞങ്ങൾ മിക്കവാറും ഇറങ്ങി പോകേണ്ടി വരും വീട്ടിൽ നിന്ന്. അതാണ് അച്ഛന്റെ ലക്ഷ്യം. രാവിലെ അമ്മയുടെ കൂടെ അങ്ങ് പടവലത്ത് പോയാൽ മതിയായിരുന്നു, സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കായിരുന്നു. അച്ഛാ 10ാം ക്ലാസ് ഇവനെങ്ങാനും മാർക്ക് കുറഞ്ഞണ്ടല്ലേ, ഇവനാരും കുറ്റം പറയില്ല, എല്ലാവരും അച്ഛനെ കുറ്റം പറയത്തുള്ളൂ. അച്ഛൻ വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചെക്കന് പഠിക്കാൻ പറ്റാതെന്ന് പറയും. എനിക്കും പഠിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്നതിലൊക്കെ ചെറിയ കാര്യമുണ്ട് കേട്ടോ. വീണ്ടും എല്ലാരും ഇവിടെ ഓടിക്കണല്ലേ. ശരിയാക്കി തരാം കേട്ടാ, ശരിയാക്കി തരാം. ചുമ്മാ ഒരു കൊടുക്കണ്ട.